ഹേ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പിക്സൽ ലാബിനെ കുറിച്ചാണ്. പിക്സൽ ലാബ് എന്ന് പറഞ്ഞാൽ വെറും പിക്സൽ ലാബ് അല്ല, 1000+ ഫോണ്ടുകൾ അടങ്ങിയിട്ടുള്ള, അത് മലയാളം ഫോണ്ടുകളുണ്ട്, മലയാളം FML ഫോണ്ടുകളുണ്ട്, ഇംഗ്ലീഷിന്റെ മോഡേൺ ഫോണ്ടുകളുണ്ട്, അതുപോലെ തന്നെ സിഗ്നേച്ചർ ഫോണ്ടുകൾ, ഇങ്ങനെ ഒരുപാട് ഫോണ്ടുകൾ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി മോഡ് പിക്സൽ ലാബ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതല്ലേ. അപ്പോൾ ഞാനിത് ഡിസ്ക്രിപ്ഷനിലൊന്നും കൊടുക്കുന്നില്ല കേട്ടോ അതിന്റെ ലിങ്ക്. അപ്പോൾ ഇതിന്റെ ലിങ്ക് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ചെറിയ റൂൾസുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വേണം. വീഡിയോക്ക് ലൈക്ക് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതായത് ഈ ഒരു പിക്സൽ ലാബ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്കിംഗ് ആണ്, അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പോസിറ്റീവ് കമൻറ്റ് നിങ്ങൾ ഈ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത്രയും ചെയ്തതിൻ്റെ ഇതിന് 3 സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് എൻ്റെ നമ്പർ ലഭിക്കും. അതായത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കണം. എന്നിട്ട് എൻ്റെ പേഴ്സണലായിട്ട് നിങ്ങൾ മെസ്സേജ് ഒരു സ്ക്രീൻഷോട്ടുകൾ അയച്ച് തരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു മോഡായിട്ടുള്ള ഈ പിക്സൽ ലാബ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഒരു ഫോണ്ട് പാക്കിങ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ആദ്യം തന്നെ ഫുൾ ഫ്രെയിം സെറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഇതിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് കസ്റ്റമൈസ് ആയിട്ടുള്ള ഒരുപാട് പോസ്റ്ററുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അത് മോഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു എഡിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഫോണ്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ ഫുൾ പ്രോ വേർഷൻ ആണ് കേട്ടോ, പിക്സൽ ലാബിൻ്റെ ഫുൾ പ്രോ വേർഷൻ ആണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ഇവിടുന്ന് നമ്മുടെ ഗാലറിയിൽ നിന്ന് എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് എൻ്റെ ഈ ഒരു പിക്സൽ ലാബിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാനിത് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിനു ശേഷം മല്ലു മോഡ്സിൻ്റെ ഈ ഒരു ക്യാപ്ഷൻ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം ഞാനിപ്പം ഇവിടെ നിന്ന് പുതിയ ക്യാപ്ഷൻസുകൾ ഞാൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ ആദ്യത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ട് ഇതൊരു ഇംഗ്ലീഷ് ഫോണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഇംഗ്ലീഷ് ഫോണ്ടും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്, മലയാളം ഫോണ്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷ് ഫോണ്ട് എടുത്ത സമയത്ത് തന്നെ ഇവിടെ ഫസ്റ്റ് ടൈം കാണിക്കുന്നതൊക്കെ പിക്സൽ ലാബിൻ്റെ തന്നെ ഒഫീഷ്യൽ ഫോണുകളാണ്. സോ അത് നമുക്ക് ആവശ്യമില്ല, അതൊക്കെ ലോക്കൽസ് ആണ്. സോ ഏറ്റവും താഴെ നിങ്ങൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മോഡേൺ എന്ന് പറഞ്ഞത് താഴത്തായിട്ട് ഒരുപാട് ഫോണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ മോഡേൺ ഇംഗ്ലീഷ് ഫോണ്ടുകളാണ്. ഒരുപാട് ഫോണ്ടുകളുണ്ട്. നിങ്ങൾക്ക് താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത സമയത്ത് ഇംഗ്ലീഷിൻ്റെ തന്നെ ഒരുപാട് നിരവധി ഫോണ്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് ഏതാണോ ആ ഫോണ്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കൊടുത്ത ആ ടെക്സ്റ്റിൽ ഈ ഒരു ഫോണ്ട് അപ്ലൈ ആവുന്നതായിരിക്കും. ഓക്കെ, നിരവധി ഫോണ്ടുകൾ കേട്ടോ. ദെൻ നിങ്ങൾക്ക് മലയാളം ഫോണ്ടുകൾ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഇവർ ഇംഗ്ലീഷിൻ്റെ സിഗ്നേച്ചർ ഫോണുകളാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പം ഈ മലയാളം ഫോണ്ട് കിട്ടാനായിട്ട് നമുക്ക് കോഡ് FML എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ സ്റ്റിക്കർ, അതായത് നിങ്ങൾക്ക് സ്റ്റിക്കർ രീതിയിലും നിങ്ങൾക്ക് ഫോണ്ടുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. മാത്രമല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷേപ്പേഴ്സ് എന്ന രീതിയിലും നിങ്ങൾക്ക് ഫോണ്ടുകൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഈ കാണുന്നതൊക്കെ മലയാളം ഫോണ്ടുകളാണ് കേട്ടോ, മലയാളം ഫോണ്ടുകളാണ്. നിരവധി മലയാളം ഫോണ്ടുകളിൽ തന്നെ FML ഉണ്ട്, അതുപോലെ തന്നെ യൂണിക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ആപ്ലിക്കേഷൻ കിട്ടിയതിനു ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, നമുക്ക് ഇനി എൻ്റെ മലയാളം ഫോണ്ട് അത് കൊടുത്തിട്ട് ഒരു മലയാളം ടെക്സ്റ്റ് കൂടി കൊടുത്തിട്ട് ആ ഒരു ഫോണ്ടിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം. ഒരുപാട് ഫോണ്ടുകൾ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ, നിരവധി ഫോണുകളുണ്ട്. ഏകദേശം 1000 എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, എല്ലാം കൂടുമ്പോൾ ഇംഗ്ലീഷും മലയാളമൊക്കെ കൂടുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ കോഡ് FML എന്ന ആപ്ലിക്കേഷൻ, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മലയാളം ഫോണ്ട് നിങ്ങൾക്ക് അപ്ലൈ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു മലയാളം ടെക്സ്റ്റ് എടുത്തിട്ട് ആ ഒരു മലയാളം ടെക്സ്റ്റ് നിങ്ങൾ കോഡ് FML എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നിന്ന് നിങ്ങളുടെ FML ഫോണ്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. എന്നിട്ട് വേണം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മൈൻഡ് സെറ്റിലേക്ക് തന്നെ വന്ന് ഇവിടെ ഈ ഒരു ഇംഗ്ലീഷ് ഫോണ്ട് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ഞാൻ വന്നു. ജസ്റ്റ് അപ്പം നല്ലൊരു ഫോണ്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാനിപ്പം ഒരു ഫോണ്ടായിട്ട് നിങ്ങൾക്ക് വെക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഒരു മലയാളം ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. മലയാളം ഫോണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കോഡ് FML കയറിയിട്ട് അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ FML ഫോണ്ട് ലഭിക്കും. FML ഫോണ്ട് ലഭിച്ചതിന് ശേഷം നിങ്ങൾ പിക്സൽ ലാബിൽ വരിക, ന്യൂ ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾ അതിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മലയാളം ഫോണ്ടിൻ്റെ സെക്ഷനിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മലയാളം ഫോണ്ടുകൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഇംഗ്ലീഷിലുള്ള മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫോണ്ട് ഒന്ന് അടിപൊളിയായിട്ട് വെക്കുന്നു. ദെൻ ഞാൻ അഗൈൻ എൻ്റെ മലയാളം ഫോണ്ട് ഞാനിവിടെ അടിപൊളിയായിട്ട് തന്നെ ഞാനിവിടെ ടെക്സ്റ്റ് കൊടുത്തു. ദെൻ ആ ഒരു ഫോണ്ട് നമുക്ക്
നമുക്കൊന്ന് സ്വിച്ച് ചെയ്യാം. താഴത്ത് കാണുന്ന ഓപ്ഷനിൽ AB ഫോണ്ട് എന്ന് പറയുന്ന ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങളുടെ ഫോണ്ടുകൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്താൽ മാത്രം മതി. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഫോണ്ടുകൾ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് മലയാളം ഫോണ്ട് ഏത് ഫോണ്ടാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ ഫോണ്ട് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പം ഇതിൽ ഒരു ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ഞാനിപ്പോൾ ആ ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത സമയത്ത് ഇതുപോലെ ഞാൻ ഒന്ന് അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അലൈൻമെൻറ്റ് ഒക്കെ സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുത്തു. അതിന് ജസ്റ്റ് എനിക്ക് ടെക്സ്റ്റ് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യേണ്ടത്, അപ്പം അതൊക്കെ ഇൻക്രീസ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ഒരു കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്തു നിന്ന് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിരവധി ഫോണ്ടുകളിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ട് തന്നെ നമുക്ക് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാനും ഫോണ്ടുകൾ കൊടുക്കാനും ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ലഭിക്കാൻ വേണ്ടിയുള്ള റൂൾസും ഞാൻ ആദ്യം പറഞ്ഞു. ആ റൂൾസ് നിങ്ങൾ കീപ്പ് ചെയ്യുക. സോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.